Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാമല്ലോ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് ഗായ്സ്, നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് നവംബർ 26 അതായത് ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതും വിത്ത് 3.8 GHz ക്ലോക്കിംഗ് സ്പീഡൊക്കെ വെച്ചിട്ട്, പിന്നെ UFS 4.1, പിന്നെ LPDDR5X ആണ് റാം വരുന്നത്. പിന്നെ ഈ ഒരു ചിപ്സെറ്റ് ആദ്യമായിട്ട് ഇത് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ OnePlusൻ്റെ 15R എന്ന് പറയുന്ന മോഡലിലാണ് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോയിട്ട് റെൻഡേഴ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുക, മേടിക്കാൻ താല്പര്യമുള്ളവർ പോയിട്ട് മേടിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിയൽമിയുടെ 15 ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. 18,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ റെൻഡേഴ്സൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. ഇത് Dimensity 7300 ചിപ്സെറ്റാണ്. 8 GB റാം, 128 GB സ്റ്റോറേജ്, പിന്നെ 6.67 AMOLED സ്ക്രീന്, 5000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജറൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് 8 GB റാമും 128 GB ആണ് സ്റ്റോറേജും വരുന്നത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിലിടാം. പിന്നെ ഇത് IP69 റേറ്റിംഗും കൂടിയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ UFS 2.2 ആണ്, 3.1 അല്ല. കാരണം അത്രക്കുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ, ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതൊരു ബേസിക് റേഞ്ചിൽ നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഇതൊരു 18,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ടാഗ് അവർ ഇട്ടിരിക്കുന്നത്. ആ റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. 25,000 റേഞ്ചിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്മാർട്ട് ഫോണുകളിലേക്കും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് എടുക്കാം. താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലാവൻ്റെ അഗ്നി 4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി സ്മാർട്ട് ഫോണും കൂടെയാണ് ആദ്യം പറയാനുള്ളത്. ഒബ്വിയസ്ലി ഇതൊരു 25,000 രൂപയുടെ സ്മാർട്ട് ഫോണാണ്, എന്നാലോ അടിപൊളി സ്പെക്കും കൂടെയാണ്. Dimensity 8350 ചിപ്സെറ്റാണ്, LPDDR5X റാം, UFS 4.0, 8 GB 256 GB വേരിയൻ്റ് ആണ് വരുന്നത്. ഇത് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ചിപ്സെറ്റാണ്. അതും 3.2 GHz ഒക്കെ ക്ലോക്കിംഗ് സ്പീഡ്. UFS എന്നൊക്കെ പറയുന്നത് ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല അവർ 4.0 UFS സിസ്റ്റം കൊണ്ടുവരും എന്നുള്ളത്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷൻ, 5000 mAh ബാറ്ററി, 66 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡ്, പിന്നെ ഇത് 6.7 AMOLED സ്ക്രീനാണ് വരുന്നത്. ഇൻ ജനറലായിട്ട് ഇൻഡെപ്തായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇത് വേറെ ലെവലിൽ തന്നെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ലാവ അഗ്നി 4 ഇങ്ങനെ ഒരു സ്പെക്ക് കൊണ്ടുവരും, അതും 25,000 റേഞ്ചിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് എനിക്ക് പറയാൻ നിങ്ങളോട്. ആ രീതിയിലാണ് ഇതിൻ്റെ സ്പെക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ് ആണ്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല. ഇത് ഒന്നില്ലെങ്കിൽ നമുക്കിത് ഒരു 60 ഹെർട്സ് ടു 120 നമുക്കിത് റിഫ്രഷ് റേറ്റ് ചെയ്യാൻ പറ്റും. LTPO എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ആണ്, അതായത് ഒരു 1 ഹെർട്സ് ടു 120 ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലതില്ല. LTPOയുടെ പകരം ഇത് LTPS ഡിസ്പ്ലേ ആണ് എന്നുള്ളത് നിങ്ങളെ മുന്നിൽ അറിയിക്കേണ്ടത് ഞാൻ അറിയിച്ചു തന്നിരിക്കുന്നു. 25,000 റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ലാവയുടെ അഗ്നി 4ലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ബ്ലോട്ട്വെയർസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു കംബാക്കും കൂടിയാണ് ലാവയുടെ സൈഡിൽ നിന്ന്. ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ, അതായത് അഗ്നി 4 ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കംബാക്കാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് മോട്ടറോളയുടെ സൈഡിൽ നിന്നാണ്. മോട്ടറോളയുടെ ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലാണ് അത് ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അത് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണം. ആമസോണിലും
ഫ്ലിപ്കാർട്ടിലും അത് ലോഞ്ച് ചെയ്യണം. മോട്ടറോളയുടെ G57 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റെൻഡേഴ്സ് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വേൾഡിലെ ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 6S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 7000 mAh ബാറ്ററി, പിന്നെ LCD സ്ക്രീനാണ് വരുന്നത്. ഫുൾ HD പ്ലസിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ വെച്ച് ഇറങ്ങുന്ന ഒരു LCD സ്ക്രീനാണ്. അതും 6.7 LCD സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതൊരു 120 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ് ഒക്കെ വെച്ചിട്ട് വരും. 7000 mAh ബാറ്ററി, 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് വെച്ചിട്ടാണ് മോട്ടറോളയുടെ G57 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണ് ഇറങ്ങാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. 13,000 രൂപ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്. പിന്നെ ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർ ആൻഡ്രോയിഡ് ഫോണാണ്. പിന്നെ ഇതിൻ്റെ സ്കിന്നുകൾ വരുന്നത് മോട്ടറോളയുടെ സ്കിൻസ് ആണ് ബിൽട്ടിനായിട്ട് വരുന്നത്. പക്ഷെ എന്നാലും ബേസിക്കലി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബ്ലോട്ട്വെയറും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇത് 8GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ UFS 4.0 അല്ല വരുന്നത്, 2.2 ആണ് UFS സിസ്റ്റം ഇതിൽ ലോഞ്ച് ചെയ്യുന്നത്. മോട്ടറോളയുടെ G57 പവർ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് 13,000 റേഞ്ചിൽ നിങ്ങൾക്കൊരു പ്യുവർ ആൻഡ്രോയിഡ് ഫോൺ വേണം എന്നുണ്ടെങ്കിലും, അഫോർഡബിൾ റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ G57 പവറിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റിയൽമിയുടെ C85 5G ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നവംബർ 28 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മറ്റന്നാളാണ് അതിൻ്റെ ലോഞ്ചിങ് വരുന്നത്. 7000 mAh ബാറ്ററി, പിന്നെ ഡിമെൻസിറ്റിൻ്റെ 6300 ചിപ്സെറ്റ്, പിന്നെ 6.7 ആണ് ഡിസ്പ്ലേ വരുന്നത്. AMOLED സ്ക്രീന്, 120 ഹേർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 45 വാട്ട്സിൻ്റെ ചാർജർ, IP69 റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പ്രൈസ് വരുന്നത് ഒരു 13,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. റെൻഡർ ചെയ്യാനിട്ടൊന്നുണ്ട്. 13,000 റേഞ്ചിൽ 2 സ്മാർട്ട് ഫോൺ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോവാം. പിന്നീട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് 13,000 രൂപയ്ക്ക് ഏതൊക്കെ സ്മാർട്ട് ഫോൺ ഇറങ്ങും എന്നുള്ളത്. അതിന് പകരം ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, 13,000 റേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 സ്മാർട്ട് ഫോണുകൾ, മോട്ടറോളയുടെ G57 പവറും റിയൽമിയുടെ C85 5G വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം, ഏത് ചിപ്സെറ്റാണ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് എന്നുള്ളത് അതിനനുസരിച്ച് പോയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നത്തിങ്ങിൻ്റെ 3A ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരു ചാത്തപ്പൻ ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും പറയുന്നു, ആ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകണം. നവംബർ 29 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്യുവർ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും 2-3 ബ്ലോട്ട്വെയർ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളത് അറിയില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, അതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും, കാര്യമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ലൈറ്റ് വെർഷൻ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നത്തിങ്ങരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരുപാട് വലിയ വലിയ പൈസ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങളിതിലേക്ക് കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തീരുമാനമാണോ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ ബ്ലോട്ട്വെയറും കാര്യങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇൻവെസ്റ്റേഴ്സൊക്കെ വേണം, ഇൻവെസ്റ്റേഴ്സും നിർബന്ധമായിട്ടും വേണം, എന്നാലാണ് കമ്പനി മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ തീരുമാനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ബ്ലോട്ട്വെയറുകൾ പ്ലീസ് കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതൊരു വലിയൊരു നല്ലൊരു തീരുമാനമല്ല. കാരണം നത്തിങ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളെപ്പോലത്തെ യൂസേഴ്സ് പ്രതീക്ഷിക്കുന്നത് ബ്ലോട്ട്വെയർസ് ഇല്ലാണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നേരെ അത് വിപരീതമാക്കി മാറ്റി. ഇപ്പോൾ നത്തിങ് 3A ലൈറ്റിന് ഇത് പിന്നെ 2 വേരിയൻറ്റിലാണ് ഇതിപ്പോൾ വരുന്നത്. ഒരു 8GB 128 വരുന്നുണ്ട്, ഒരു 256ഉം 8GB വരുന്നുണ്ട്. 8GB 128-ന് 21,000 രൂപയും പിന്നെ 8GB 256-ന് 23,000 രൂപയാണ് പ്രൈസ് ടാഗൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ നവംബർ 29 ഇറങ്ങുന്നത്. എനിക്ക് സത്യത്തിൽ ഒരു ചാത്തപ്പൻ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് പകരം നിങ്ങൾ ആ CMFൻ്റെ ഫോൺ 2 എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ 2-നും ഒരേ ചിപ്സെറ്റ് തന്നെ, ഡിമെൻസിറ്റിൻ്റെ 7300. ഇവ അവന്മാർക്ക് ഈ കാൽപ്പൈക്കെന്തോ തലക്കെന്തോ പറ്റിയിട്ടുണ്ട്. അതാണ് കാര്യമായിട്ട് ഉണ്ടായത്. അദ്ദേഹം ഒരു നല്ലൊരു ചിപ്സെറ്റ് ഓപ്റ്റ് ചെയ്യണം പകരം ആ പഴയ ചിപ്സെറ്റ് വെച്ചിട്ട് ഒരു പുതിയ ഫോൺ ഇറക്കിയ കാര്യത്തിൽ
എനിക്ക് യാതൊരു രീതിയിലും ഒരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ശരിക്കുണ്ട്. ഇന്ത്യയിൽ എന്തായാലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ 20,000 രൂപയ്ക്ക് ഈ ഒരു പ്രൈസ് വെർത്താണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെർത്തല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പകരം നിങ്ങൾ ആ CMF ഫോണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരിയും വെർത്താണ്. എന്തുകൊണ്ടാണത് വെർത്ത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആക്സസറീസ് നമുക്ക് ഇൻ്റർചേഞ്ചബിളും കൂടെയാണ്. സിം കാർഡ് പാനൽ മാറ്റാം, കവറ് മാറ്റാം, പിന്നെ നമുക്ക് ലാൻഡ് യൂസ് ചെയ്യാം, വാളറ്റ് യൂസ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാനത് വെർത്ത് എന്ന് പറഞ്ഞത് CMF ഫോൺ 2. ഈ നത്തിങ് 3.8 ലൈറ്റ് ചാത്താപ്പൻ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് CMFൻ്റെ ഫോൺ 2 എടുക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പേഴ്സണൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളത്. നത്തിങ്ങായിരിക്കും ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3ന് ആൻഡ്രോയിഡ് 16ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, നത്തിങ് OSൻ്റെ 4.0ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഗായ്സ് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് സ്റ്റേബിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രം പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അല്ലാണ്ട് അത് ബേറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ പാലും വെള്ളത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് സൂക്ഷിക്കാം. പക്ക അപ്ഡേറ്റ് സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രം പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റിസ്ക് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒക്കെ നിങ്ങളുടെ റിസ്ക് ആണ്. ബേറ്റ വെർഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ റിസ്ക് ആണെന്നുള്ളത് ആദ്യം തന്നെ മുൻകൂട്ടിയിട്ട് നിങ്ങൾക്ക് ജാമ്യം പറയാണ്. അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ചെയ്ത പോലത്തെ അമ്മിളികൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. ഐഫോണിൻ്റെ 17e എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു സിംഗിൾ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് 18 മെഗാപിക്സലിലെ റെയർ ക്യാമറ അല്ല അതിന് യൂസ് ചെയ്യുന്നത്. ബാക്കിൽ 50 മെഗാപിക്സലാണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ 18 മെഗാപിക്സലാണ്. ആ 18 മെഗാപിക്സൽ നമുക്കത് സെൻട്രൽ സ്റ്റേജ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കതൊരു അൾട്രാ വൈഡ് ആംഗിൾ നമ്മൾ ഹൊറിസോണ്ടലിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചും കൂടെ വൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഐഫോൺ 17 പ്രോ മാക്സും യൂസ് ചെയ്ത ആൾക്കാർക്ക്, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ സംഭവം അറിയാം. അതൊരു നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. പക്ഷേ ഇത് എന്ത് കോപ്പിനാണ് ഈ ഒരു ഫോൺ ഉണ്ടാക്കിയെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരു 6 കോപ്പ് ഫ്ലോപ്പ് ഫോൺ, സിംഗിൾ ക്യാമറയും അറ്റ്ലീസ്റ്റ് ഒരു 2 ക്യാമറ അല്ലെങ്കിൽ ഒരു 3 ക്യാമറ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതും ചെയ്തിട്ടില്ല. അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ഗിമിക് ഫോൺ. പിന്നെ പോരാത്തതിന് 60 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റും. നിങ്ങൾ ടെക്നോളജി ഉണ്ടാക്കി നിങ്ങൾ പിന്നാക്കാണോ പോണെന്ന് എന്നുള്ളതാണ് എനിക്ക് ടിം കുക്ക് അണ്ണനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ 2026 ആവാൻ ഇനി ഒരു മാസം കഴിഞ്ഞാൽ 2026 ഞാൻ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ 2026 ആ 2026 നിങ്ങളിപ്പോഴും 60 ഹേർട്സ് റിഫ്രഷിങ് റേറ്റിൽ വെച്ചിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടീം കുക്ക് അണ്ണാ നിങ്ങളൊരു അപാരം മനുഷ്യൻ തന്നെ, ഒന്നും പറയാനില്ല. പിന്നെ ഐഫോണിൻ്റെ ഫോൾഡ് ഇറക്കും എന്നൊക്കെ പറയേണ്ടത് ഇതൊരു പിഞ്ച് ഓഫ് സോൾട്ട് റൂമർ എന്ന് വേണമെങ്കിലൊക്കെ എടുക്കാം നിങ്ങൾക്ക്. അവരതിന് പ്രൈസ് ടാഗ് ഇട്ടിരിക്കുന്നത് $2,300 വെച്ചിട്ടാണ്. അതായത് രമണ, ഇത് വലിയ പ്രമുഖന്മാർ, പൈസക്കാർ, പണച്ചാക്കുകൾ, പിന്നെ നടന്മാർ, നടികൾക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ ആണോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം അവർക്കൊക്കെ പറ്റിയ അവരെ കയ്യിൽ അത്രയും കാശുണ്ടല്ലോ. അപ്പോൾ ആ കാശ് എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഫോണാണോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ ചില ആൾക്കാർ അവരുടെ കിഡ്നിയൊക്കെ വിറ്റിട്ട് പേടിക്കുട്ടാം. ഏത് ഈ ഫോൾട്ടെ $2,300. അതൊന്നും നിങ്ങൾ കണക്ക് കൂട്ടാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ കണ്ടറിയണം എങ്ങനെയാണ് ഈ ഒരു മുതൽ എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആൻഡ്രോയിഡിനൊക്കെ വെല്ലുവിളിക്കാൻ പറ്റിയ ഒരു മുതലാണോ എന്നുള്ളതും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങളോട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2026 ഇറങ്ങിയ ഭാഗ്യം എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ്. ഇതൊരു ആക്സസറീസും കൂടെയാണ്. സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് കീബോർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗായ്സ്. അടിപൊളി 6 കീബോർഡാണിത്. ഇതിൽ
പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ഇത് സാംസങ്ങിൻ്റെ One UI 8.0 ഉള്ള ഫോണുകൾ 8.5 അപ്ഡേറ്റ് വരാൻ പോകുന്ന ഫോണുകളിൽ ഈ ഒരു കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് സാംസങ്ങിൻ്റെ 3 ഡിവൈസുകളിൽ ഒരേ സമയത്ത് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇത് One UI മിനിമം 8.0 മിനിമം കയ്യിൽ റിക്വയർമെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിക്വയർമെൻറ്റ് നിർബന്ധമായിട്ട് വേണം. പിന്നെ പോരാത്തതിന് ഇതിന് സാംസങ്ങിൻ്റെ ഡെക്സ് കീ ബിൽറ്റിനാണ്. ഡെക്സ് യൂസ് ചെയ്യാം, നമുക്കൊരു കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പോരാത്തതിന് നമുക്ക് ബിക്സ്ബി, പിന്നെ കോപൈലറ്റ് പ്ലസ്, ഗൂഗിൾ ജെമിനി, പിന്നെ AI ബട്ടൺ അടക്കം ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റിനാണ്. ഈ പറഞ്ഞ ഈ 3-4 കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റിൻ ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന് ഗൂഗിൾ ജെമിനി, കോപൈലറ്റ് പ്ലസ്, പിന്നെ AI ബിക്സ്ബി. ഈ 4 കാര്യങ്ങളും നമുക്ക് ആ കീബോർഡിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. അതും പോരാണ്ട് സാംസങ്ങിൻ്റെ ഡെക്സും ഈ കീബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണെങ്കിൽ ഇത് 5.0 ആണ്. പിന്നെ ഏറ്റവും വേറൊരു വലിയൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു കീബോർഡിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ F1, F2, F3 എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. F1 ഇന്ന ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുക, F2 ഇന്ന ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുക, F3 ഇന്ന ആപ്ലിക്കേഷൻസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. മൊത്തത്തിൽ ഇൻ ജനറലായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഇതൊരു അടാറ് ലെവൽ സാധനം തരാം. സാംസങ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇങ്ങനൊരു കീബോർഡ് നിങ്ങളിങ്ങനെ ലോഞ്ച് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത് സാംസങ്ങിന് മാത്രമേ ഇത് കമ്പാറ്റബിളേ ഉള്ളൂ. സാംസങ് ഡിവൈസസ്, അതായത് സാംസങ്ങിൻ്റെ ടാബ്ലറ്റ്, സാംസങ്ങിൻ്റെ മൊബൈൽ, ഇനി വേറെ ഏതെങ്കിലും സാംസങ്ങിൻ്റെ ഫോണോ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ 3 നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. ഈ ഒരു കീബോർഡിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു S11 Ultra, ഒരു Z Fold 7, ഒരു S25 Ultra ഉണ്ടെങ്കിൽ സൈമിൾട്ടാനിയസ്ലി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വാവ് ഫാക്ടറാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ ലെവൽ തന്നെ കേട്ടോ. പക്ഷെ ആ എക്കോസിസ്റ്റം തന്നെ കയ്യിൽ വേണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹോണർ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യില്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിർബന്ധമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.0 One UIൻ്റെ 8.0 അല്ലെങ്കിൽ 8.5 ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആസ് സൂൺ ആസ് പോയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, ഈ കീബോർഡ് മേടിക്കുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബെസ്റ്റ് ഐറ്റമാണ് 2025 എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ MIൻ്റെ CEO ഒരു പുതിയൊരു പ്രസ്താവന അടുത്ത് കൊടുത്തിരുന്നു. ഒരു പുതിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിലകൾ കൂടാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ രമണ AI ആണ് കാരണം AI മുഖേനയാണ് ഇന്ന് ചിപ്സെറ്റുകൾക്കും റാമുകൾക്കും വില കൂടാൻ കാരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും AI എന്താണ് റാമിനോട് ബന്ധമെന്ന്. ഈ AI എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളാണ് അതിനൊരു കമാൻഡിങ് പവർ കൊടുക്കുന്നത്. ആ കമാൻഡിങ് പവർ പ്രോസസ്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെർവർ ഉണ്ടല്ലോ അത് ക്ലൗഡിൽ കൂടെ പോകും. അപ്പോൾ നമ്മൾ ആദ്യം അത് ക്ലൗഡിലേക്ക് നമ്മൾ അതിൻ്റെ കമാൻഡിങ് പവർ കൊടുക്കും. എന്താണ് നമുക്ക് വേണ്ടത്, ക്യാമറ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എന്ത് എക്സ്പോഷർ വേണം, അല്ലെങ്കിൽ എന്ത് ലൈറ്റ്സ് വേണം, എന്താണ് ഞാൻ കൊടുക്കേണ്ടത്, ജെമിനിനായിട്ട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു കമാൻഡിങ് പവർ നമ്മൾ ക്ലൗഡ് മുഖേന എടുത്തിട്ട് അത് നേരെ നമ്മൾ റാമിലേക്ക് ഉള്ളോട്ട് തള്ളി വിടുകയാണ്. അപ്പോൾ ഈ തള്ളി വിടുമ്പോഴാണ് ഈ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കാർസിറ്റി ഇപ്പം ഇന്ന് കൂടിക്കൊണ്ടേയിരിക്കും, ഇത് കുറയണില്ല. കാരണം ഓരോ കമ്പനികളും എത്രയും പെട്ടെന്ന് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ ഇത്രയും വലിയ AI ഫീച്ചറുകൾ നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ്ങിന്, നമ്മുടെ ഈ ഗൂഗിൾ പിക്സലിന് ഒക്കെ ഫോണിൻ്റെ വില കൂടാൻ കാരണം ഈ AI ആണ്. അല്ലാണ്ട് 5G നെറ്റ്വർക്കോ അല്ലെങ്കിൽ 6G നെറ്റ്വർക്കോ വെച്ചിട്ടൊന്നുമല്ല. AI ഫീച്ചറുകൾ അതിലുള്ള ലൈവ് ട്രാൻസ്ലേഷൻ കോള്, പിന്നെ സർക്കിൾ ടു സെർച്ച്, പിന്നെ നോട്ട്സിൽ ട്രാൻസ്ലേഷൻ, പിന്നെ ട്രാൻസ്ക്രൈബ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും
ചെയ്യുമ്പോൾ ഇന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വലിയ ഹെവി ആയിട്ട് മാറണം. അങ്ങനെ ഹെവി ആവുന്നൊരു സ്ഥലത്ത് നമുക്ക് ഹെവി റാം വേണം. അപ്പോൾ ഈ ഒരു ഹെവി റാം, ഹെവി സെർവർ, ഹെവി ക്ലൗഡ്, GPU, CPU എല്ലാം നിർബന്ധമായിട്ടും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. അപ്പോൾ ഇതൊരു മാസീവ് ഹൈ സ്കെയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹെവി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹെവി ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇവർ പൈസ ഊറ്റിയെടുത്തേ പറ്റൂ. അല്ലാണ്ട് ഇവർക്ക് ഇത് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും റിലൈ ചെയ്യുന്നതും AI മുഖേനയാണ്. അപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഇതാണ് യഥാർത്ഥ സത്യാവസ്ഥ. ഇപ്പം നിലവിൽ ഷോമി ഫോൺസുകൾക്ക് വില കുറയാൻ കാരണം വെച്ചാൽ അവർ ആ ഒരു ഇപ്പോഴത്തെ നിലക്ക് അവർ ആ ഫോണ് AI അവരതിൽ തള്ളി കയറ്റിയാലും അയാളൊരു മിനിമൽ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, പറഞ്ഞതും നിലവിൽ. ടേക്ക് ഇറ്റ് ആസ് എ കൺസിഡറേഷൻ. പക്ഷേ ഇനി അടുത്ത സ്മാർട്ട് ഫോണുകളിൽ ഫോണിൻ്റെ വിലകൾ കൂടാൻ പോവുകയാണ്. ഇപ്പോൾ ഉത്തമ ഉദാഹരണം പറയണേ, ഇപ്പോൾ നമ്മുടെ ചൈനീസ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾ വരുമ്പോൾ, ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഫോണുകളിൽ വരുമ്പോൾ, ഇപ്പോൾ OnePlus 13 നേരത്തെ ഇറങ്ങിയത് ഒരു 59,000 രൂപക്കാണെങ്കിൽ ഇന്നത് 79,000. പിന്നെ നമ്മുടെ iQOO 15 നിലവിൽ ഇറങ്ങി. iQOO 13 എത്ര ഉണ്ടായിരുന്നു? ആദ്യം ഒരു 59-65 ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 79,000. റിയൽമിയുടെ GT8 Pro ഇപ്പോൾ 79,000 റേഞ്ചായി. OnePlus 15 അതൊന്നും ഇതേ റേഞ്ച്. ഇനി സാംസങ്ങിൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ടോ? അത് പിന്നെ മറ്റേ S26 Ultra വന്നാൽ പിന്നെ പ്രൈസ് കൂടുകയും ചെയ്യുക. അത് അവർ എത്ര ഡോളർ അവർ കൂട്ടും എന്നുള്ളത് കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. $200 $300 അവർ അതിന് കൂട്ടും. ഈവൻ ഗൂഗിൾ പിക്സൽ പോലും ഇന്ന് ഫോണിൻ്റെ വിലകൾ കൂട്ടി. ഇനി അടുത്തത് കൂട്ടാൻ പോകുന്നത് മോട്ടറോളയും കൂടെയാണ്. മോട്ടറോളയിലും കൂടെ ഈ പറഞ്ഞ AIയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പറയാനില്ല. നമ്മളെ പോക്കറ്റ് യവന്മാരത് കീറിച്ചിട്ടേ വിടും. ഇനി ഭാവിയിൽ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഫോണിൻ്റെ വില കൂടാൻ പോവാണ്, കുറയാൻ പോകണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ AI ആണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ 8GB റാം വെച്ചിട്ട് ഇനി ബേസിക് റേഞ്ചോ അല്ലെങ്കിൽ മിഡ് റേഞ്ചോ ഇറക്കില്ല. അതിന് പകരം അവരത് 12GB റാം ഇറങ്ങും. ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഫോണുകൾ 16GB-യിലേക്കും 24GB-യിലേക്കും മാറും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സത്യം. സ്റ്റോറേജും കൂടും, പിന്നെ റാമും കൂടും. DDR5X-ഓ 6-ഓ UFS 4.1-ഓ 4.2-ഓ എന്താണോ UFS അതൊക്കെ അവർ കൂട്ടും. എന്നിട്ട് നമ്മളെ കൊണ്ട് വേടിപ്പിച്ചിട്ട് പോക്കറ്റ് കീറിക്കുന്ന ലെവലിലേക്കും യവന്മാർ ഫോൺ ഉണ്ടാക്കാം. ആ രീതികളിലേക്ക് നമ്മൾ മാറും. ഇതൊരു അറിവായിട്ട് നിങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊരു വേറെ കടയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ഈ ഫോണിൻ്റെ ഇത്ര വില കൂടി എന്നുള്ളത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കൺസിഡറേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ ഇന്ന് ഫോണിൻ്റെ വിലകൾ കൂടാൻ ഒരൊറ്റ റീസണ്, ഒന്ന് ചിപ്സെറ്റ്, സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റ്, 2 റാമിൻ്റെ വില, പിന്നെ പ്രോസസ്സറിൻ്റെ വില, പിന്നെ UFS സിസ്റ്റം എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര വിലയാണ്. ഇത് ഹൈ ലെവലിൽ ഈ റാം ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. അതിൽ ഉത്തമ ഉദാഹരണമാണ് സാംസങ് സ്വന്തമായിട്ട് റാം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർ പോലും ഇന്ന് അവർക്ക് ഹൈ സ്കാർസിറ്റി ഉണ്ടാകാൻ പോകുന്നത്. അത്രയും മാസീവ് പ്രൊഡക്ഷൻ വേണം. ആ മാസീവ് പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഫണ്ട് വേണം. ഫണ്ടില്ലാണ്ട് ഒരു കളിയും കളിക്കാൻ പറ്റില്ല. AI പോലത്തെ സാധനങ്ങൾക്ക് ഇത്ര ഹൈ പെർഫോമൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഊറ്റിയെടുത്തിട്ട് ഇത്ര ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയേ പറ്റുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക. ഇവരുടെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് മിനിച്ചേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്ക് പോയിട്ട്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് DJIൻ്റെ Action 6 Osmo ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
വലിയ വലിയ പ്രമുഖന്മാരുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്, ഈ പ്രമുഖന്റെ കയ്യിലില്ല. അപ്പം എനിക്കിത് ന്യൂസ് അപ്ഡേറ്റ് പറഞ്ഞേ പറ്റൂ. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം, ഇഷ്ടപ്പെടാം, പോയിട്ട് മേടിക്കുക, യൂസ് ചെയ്യുക, ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തണുപ്പ് കാലത്തൊക്കെ ഈ ഒരു സാധനം മുതൽ വർക്ക് ചെയ്യും. കടലും കരയും ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് അടിപൊളി സ്പെക്കാണ്. ഇതൊരു ഡൈനാമിക് റേഞ്ച് ഒക്കെ പറയാനില്ല. ഡൈനാമിക് റേഞ്ച് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ പ്രൊഫഷണൽ ക്യാമറാസിനൊക്കെ യൂസ് ചെയ്യുന്ന ഡൈനാമിക് റേഞ്ച് ഈ ഒരു ചോട്ട മുതലിന് കൊടുക്കുന്നുണ്ട്. 13.5 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് വീഡിയോ വരെ എടുക്കാം. പിന്നെ അത് 4K 60 FPS സൂപ്പർ നൈറ്റ് മോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ റേഞ്ച് എത്രയാണെന്നുള്ളത്. കാരണം A7S IIIക്കൊക്കെയാണ് ഇത്രയും ഡൈനാമിക് റേഞ്ച് കൊടുക്കുന്നത്. സോണിയുടെ A7S III അതും 14-15 ക്യാമറക്കാണ് ഇത്രയും ഡൈനാമിക് റേഞ്ച്. ആ ക്യാമറയുടെ ഡൈനാമിക് റേഞ്ച് നമ്മുടെ ആക്ഷൻ 6 പ്രോന് ആക്ഷൻ 6ന് കൊടുക്കാന്ന് പറയുന്നത് വേറെ കാര്യം തന്നെയാണ്. പിന്നെ 4K 120 ചെയ്യുക, സ്ലോ മോഷനാണ് ഗ്യാരണ്ടി. പിന്നെ 10-bit LUT ലോഗോ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂറാണ് ബാറ്ററി ലൈഫ്. പിന്നെ 155 ഡിഗ്രീൻ്റെ ആംഗിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മാക്രോ ക്യാമറ, പോർട്രേറ്റ്, ലെൻസ് ഒക്കെ മാറ്റാൻ പറ്റും. മാക്രോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മളെ മുഖഭാവങ്ങൾ, മുഖത്തൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ തെറിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുമ്പോൾ ആ മുഖഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടല്ലോ. അതൊക്കെ നമുക്ക് ഇത്തിരി അനായാസമായിട്ട് എടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറേജ് ബിൽറ്റിൻ വരുന്നുണ്ട്. 50 GB ബിൽറ്റിൻ സ്റ്റോറേജ് വരുന്നുണ്ട്. അതും പോരാണ്ട് മെമ്മറി കാർഡ് കൂടെ ഇടാം. മുന്നത്തെ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് മെമ്മറി കാർഡ് ആക്ഷൻ 5 സീരീസുകളിൽ ഇടാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, മെമ്മറി കാർഡല്ല, സോറി, ഇൻബിൽറ്റ് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത്. അതിന് പരിഹാരമായിട്ട് ഇപ്പം നിലവിൽ യവന്മാർ ആക്ഷൻ 6 സീരീസുകളിൽ ബിൽറ്റിൻ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. 50 GB ബിൽറ്റിൻ സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും പോരാണ്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാലോ, ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയാലോ. പിന്നെ വെള്ളത്തിനടിയിൽ നമുക്ക് 20 മീറ്റർ പോവാം വിത്തൗട്ട് കേസ്. വിത്ത് കേസ് ആണെങ്കിൽ നമുക്ക് 60 മീറ്റർ വിത്ത് കേസ് പോവും. ഇനി എന്താ വേണ്ടത്? പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാലോ ആ വെള്ളത്തിൻ്റെ അതേ ക്ലാരിറ്റി AI ടെക്നോളജി വെച്ചിട്ട് വീഡിയോ എൻഹാൻസ്മെൻറ്റ് ചെയ്ത് തരുകയും ചെയ്യും. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? എല്ലാതും കൂടെ ഒരു പാക്കേജിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ കാര്യമില്ലേ? വിലയാണെങ്കിലോ ഒരു 1600 മുതൽ ഒരു 1800-2000 റേഞ്ചിൻ്റെ ഉള്ളിൽ എന്തായാലും ഇങ്ങനെ ഇറക്കും. വലിയ വലിയ പ്രമുഖന്മാരെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട് കേട്ടാ. ഇതൊരു മുതൽ സാധനം തന്നെ. പൈസ കൊടുത്ത് മേടിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എനിക്കിത് മേടിക്കാൻ പറ്റത്തത്. കാശ് ഉണ്ട് എന്നുണ്ടെങ്കിലല്ലോ സത്യമായിട്ട് ഞാൻ പോയിട്ട് മേടിച്ചേരുത്. പിന്നെ നമുക്ക് കടൽ, കര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിത് കൊണ്ട് ചെയ്യുക. ആക്ഷൻ സീരീസുകൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു വീഡിയോ വേണമെങ്കിൽ വീഡിയോ എടുക്കാം, ഒരു സിനിമ വേണമെങ്കിൽ സിനിമയെ പിടിക്കുക, വ്ളോഗ് വേണമെങ്കിൽ വ്ളോഗും ചെയ്യുക. എല്ലാത്തിനും പറ്റിയ ഒരു മുതലാണ് ഇപ്പം ഇറങ്ങുന്നത്. ഈ DJനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് എനിക്ക്. നിങ്ങൾ എല്ലാ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ആൾക്കാരെ പോക്കറ്റ് ലൂട്ട് ചെയ്യാനാണോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രോഡക്ട്സുകൾ ലോഞ്ച് ചെയ്യാമെന്ന് ഉള്ളൊരു ചോദ്യം എനിക്ക് നിങ്ങളോടുണ്ട്. അങ്ങനെ ഇറക്കരുത്. ആ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു കിട്ടും. ആ ഒരു അമളി നിങ്ങൾ ചെയ്യരുത്. ഒരു വർഷത്തിന് ശേഷമാണ് ഇറക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒരു 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾ ആക്ഷൻ 6 ഇറക്കുന്നത്, അല്ലെങ്കിൽ ഒരു 8 മാസത്തിന് ശേഷം. അതിന് പകരം ഒരു വർഷം, ഒരു 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ട്, എന്തൊരു മതിപ്പുണ്ട്. ആ മതിപ്പ് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞ്. പക്ഷേ ഇൻ ജനറലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുതൽ സാധനം കേട്ടോ ഈ ഒരു ആക്ഷൻ 6. അപ്പോൾ പേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് പേടിക്കാം. ഇന്ന് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരുടെ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, ഈ വയർലെസ് മൈക്ക്, DJI മൈക്ക് മിനി, മൈക്ക് 2, മൈക്ക് 3 ഇതിൽ ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യും.
വോയിസ് റെക്കോർഡിങ്ങും വ്ളോഗും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ മൈക്ക് സ്വാഹ എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? കരയിൽ വന്നിട്ട് വ്ളോഗ് ചെയ്യാം, മൈക്ക് കണക്ട് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഐസ് സ്കീയിങ് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അന്റാർട്ടിക്കയിലൊക്കെ പോയിട്ട് ഈ ഐസുള്ള ഭാഗത്ത്, ഐസുള്ള സ്ഥലത്ത് പോയിട്ട് ഐസ് പൊട്ടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിലേക്ക് മൈക്കേറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൈക്ക് അടിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോകും. അപ്പോൾ അതും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കടലിൽ കൊണ്ടുപോയിട്ട് മൈക്ക് ഇടാണ്ടിരിക്കുക. ജസ്റ്റ് കടലിലെ കാര്യങ്ങൾ കാണിക്കുക. വല്ല മീനുകളോ കക്കയോ പിന്നെ ചെറിയ ചെറിയ മറ്റേ ചെമ്മീനോ ആരെങ്കിലുമൊക്കെ ഓടുന്നുണ്ടെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ട് അവനങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. എന്നിട്ട് എൻജോയ് ചെയ്യുക ലൈഫ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.